ഇന്ത്യൻ തൊട്ടേ നോക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ബൊളിവാർഡ് വേൾഡിലായുള്ളത്. ഇവിടെ കുറെ ഗെയിംസും പിന്നെ അതേപോലെ കുട്ടികൾക്ക് കളിക്കേണ്ടലുണ്ട്. ആ മോനെ നമ്മ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടാകുമ്പോൾ നമ്മൾ വന്നത് ജൂൺ ജൂലൈ ശേഷം. അപ്പോൾ ഇത് വെച്ചാൽ ഈ തണുപ്പ് കാലത്ത് മാത്രം തുറന്നിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. ആ സമയത്ത് ഉണ്ടായിട്ടില്ല. നമ്മൾ അതുകൊണ്ട് ബൊളിവാർഡ് സിറ്റി 2 സ്ഥലമുണ്ട് ഇവിടെ, സിറ്റി പിന്നെ വേൾഡ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയില്ലേ, കഴിഞ്ഞ വർഷം അതിലെ വേണം പ്രാവശ്യം ഇത് കണ്ടിന്യൂ വരാം. കമാ ഡോൾഫിൻ ഡാൻസ് എല്ലാം ഉണ്ട് എന്നല്ലേ ബുക്ക് ചെയ്തിട്ടില്ലേ? ഡോൾഫിൻ്റെ ഒരു ഡാൻസ് ഉണ്ട്, ഡോൾഫിൻ ഷോ, സോറി. അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്ത് സെലക്ട് ചെയ്താ വെച്ചാൽ നമുക്ക് പോവാം. ഓരോന്ന് ടിക്കറ്റാന്ന് പറഞ്ഞ് കിട്ടി. ഞാനിതുവരെ ഉള്ളിൽ പോയിട്ടില്ല. ലെറ്റ്സ് എക്സ്പ്ലോർ. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ്സ് ഇതാണ്. ഇത് ഞാൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ്. 3 ടിക്കറ്റ് ഉണ്ട്. ഇനി ബാർകോഡ് സ്കാൻ ചെയ്ത് അകത്തുള്ളൂ. ബൊളിവാർഡ് വേൾഡ്. ബോർഡിൽ കണ്ടോണേ ഓരോ കൺട്രീനെ ഉണ്ടോ? ഫ്രാൻസ്, UK, ഏഷ്യ, ഇന്ത്യ, മെക്സിക്കോ, സ്പെയിൻ. അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോവാം. ഇന്ത്യയിൽ തൊട്ടേ നോക്കട്ടെ. ഇന്ത്യയിൽ തൊട്ട് പോയിട്ട് ഇന്ത്യയിൽ തൊട്ടതാ ഇന്ത്യയുടെ ഇന്ത്യ അച്ഛൻ കാണുന്നില്ല. അപ്പൊ നമ്മള് ഫസ്റ്റ് സൈറ്റ് കാണാൻ വേണ്ടി മുകളിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് വെച്ചാൽ ഡോൾഫിൻ ഷോ ആണ്. അപ്പൊ നമ്മ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരാം. അല്ലേ? സൗദിയിലേക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് ഔട്ടിംഗ് ആണ് നമ്മളത് കേട്ടോ. ബൊളിവാർഡ് വേൾഡ് ആ ഒരു സ്ഥലം. സൗദി അറേബ്യയിലെ റിയാദിലെ ഹിറ്റിൻ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദ മേഖലയാണ് ബൊളിവാർഡ് വേൾഡ്. ഇതൊരു സീസണൽ വിനോദ സമുച്ചയമാണ്. ഇത് പ്രാഥമികമായും വാർഷിക റിയാദ് സീസൺ എൻ്റർടൈൻ ഫെസ്റ്റിവലിൽ പ്രവർത്തിക്കുന്നു. വൈവിധ്യമാർന്ന ആകർഷണങ്ങളും ആവേശകരമായ അനുഭവങ്ങളും കൊണ്ട് ബൊളിവാർഡ് വേൾഡ് എല്ലാ പ്രായത്തിലും ദേശീയതയിലും ഉള്ള സന്ദർശകർക്ക് സവിശേഷവും ആഴത്തിലുള്ളതുമായ വിനോദാനുഭവം പ്രദാനം ചെയ്യുന്നു. റിയാദിലെ ഹിറ്റീനിലെ പ്രിൻസ് തുർക്കി ഇബൻ അബ്ദുൽ ആസിസ് അൽ അവൽ റോഡിലാണ് ബൊളിവാർഡ് വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. 2022 നവംബറിൽ റിയാദ് സീസണിൻ്റെ തുടക്കത്തോടെ ആദ്യമായിട്ടാണ് അതിൻ്റെ വാതിലുകൾ തുറന്നത്. അതിൻ്റെ തുടക്കം മുതൽ ബൊളിവാർഡ് വേൾഡ് റിയാദ് സീസണിലെ ഏറ്റവും വലിയ സോണുകളിൽ ഒന്നായി മാറി. ഇത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. റിയാദ് സീസൺ സോണുകളിൽ ഒന്നായ ബൊളിവാർഡ് സിറ്റിയോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാരീസ്. വ്യത്യസ്ത സംസ്കാരങ്ങളും വാസ്തുവിദ്യാ വിസ്മയങ്ങളും ഒരിടത്ത് പര്യവേഷണം ചെയ്യാനുള്ള അവസരം സന്ദർശകർക്ക് നൽകിക്കൊണ്ട് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഐക്കണിക് ലാൻഡ്മാർക്കുകളുടെ പകർപ്പുകൾ ബൊളിവാർഡ് വേൾഡ് അവതരിപ്പിക്കുന്നു. ബൊളിവാർഡ് വേൾഡിലെ രാജ്യങ്ങളും ആകർഷണങ്ങളും ഇവയാണ്.
അപ്പോൾ നമ്മൾ പാരീസ് കഴിഞ്ഞ് അടുത്ത കൺട്രിയിലേക്ക് നടന്നിരിക്കുകയാണ്. ഇത് മോനെ അതാ ഗൊറില്ലതാ. ഏതാ എന്റെ അമ്മോ, അത് സ്നേക്ക് കണക്കത്തെ സാധനം. ബോളിവുഡ് വേൾഡിലെ സന്ദർശകർ വെനീസ് ബോട്ടുകൾ, തിയേറ്റർ ഷോകൾ, ഫ്ലൈയിങ് പിസ്സ പ്രകടനങ്ങൾ എന്നിവയുടെ അനുഭവങ്ങൾ ആസ്വദിക്കുന്നു. അവർക്ക് രുചികരമായ അമേരിക്കൻ പാചകരീതി ആസ്വദിക്കാനും തത്സമയ ബോളിവുഡ് ഷോകൾക്കിടയിൽ അലഞ്ഞുതിരിയാനും മികച്ച സ്പാനിഷ് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും പ്രശസ്തമായ ഫ്ലാമൻകോ ഷോകൾ ആസ്വദിക്കാനും കഴിയും. സന്ദർശകർ സംഗീത പ്രകടനങ്ങളും ചൈനീസ് സംഗീതത്തിൻ്റെ ശബ്ദത്തിലുള്ള ഡ്രാഗൺ ഷോകളും കണ്ട് ഫ്രഞ്ച് അനുഭവം ആസ്വദിക്കാം. ഇപ്പം നമ്മൾ ഓരോരോ കൺട്രിയിലൂടെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പാരീസ് കഴിഞ്ഞു, UK കഴിഞ്ഞു, ചൈന കഴിഞ്ഞു, മെക്സിക്കോ ആണ്. അപ്പോൾ ഇതാ നമ്മൾ ഓരോ കൺട്രിയിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബോളിവുഡ് വേൾഡ് സോണിലൂടെ റിയാദ് സീസണിലെ സന്ദർശകർ മെക്സിക്കോയുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും മായൻ നാഗരികത കണ്ടെത്തുകയും ഇറ്റലിയിലെ തെരുവുകളിലൂടെ അലഞ്ഞുതിരിയുകയും നാടോടി പ്രകടനങ്ങളും രുചികരമായ ഗ്രീക്ക് ഭക്ഷണവും ആസ്വദിക്കുകയും ചെയ്യും. മൊറോക്കോയുടെ അനുഭവം പാമ്പ് പ്രദേശങ്ങളിലൂടെ അതിൻ്റെ നാഗരികതയും നാടോടി കഥകളെയും പ്രതിഫലിപ്പിക്കുന്നു. കടകളും ഭക്ഷണവും ഇന്ത്യൻ നാഗരികതയെക്കുറിച്ച് പഠിക്കാനും ഇന്ത്യൻ രുചികരമായ ഭക്ഷണം ആസ്വദിക്കാനും നിറങ്ങളുടെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സന്ദർശകരെ ക്ഷണിക്കും. ഇന്ത്യയിൽ ചായയുണ്ട്, കടിയുണ്ട്, സമോസയുണ്ട്. നമ്മൾ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. ഇത് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീരാനായി. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഡോൾഫിൻ ഷോക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ മാക്സിമം കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. കുറച്ച് കൺട്രിയൊക്കെ കവർ ചെയ്തു. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ഡോൾഫിൻ ഷോ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ 5:30 ടിക്കറ്റ് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അതിനോട് വെയിറ്റ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ഇതാ ഫോറസ്റ്റ് ഉണ്ട്. റിയൽ ആയിട്ടുള്ള ആനിമൽസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. നമ്മൾ ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറാൻ പോവുകയാണ്. നമ്മള് ഇവിടെ അങ്ങനെ നമ്മൾ ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നു.
ഏകദേശം അരമണിക്കൂറോളം ഉണ്ട് കേട്ടോ ഈ ഷോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ ഇടാം. ബായ്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാ? സൂപ്പർ എന്ന് പറഞ്ഞേ. അങ്ങനെ ഡോൾഫിൻ ഷോ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ കൺട്രീസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ചായ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ചാർജൊക്കെ തീരാനായി, ഡൗണായി 2 ആയി. ഒരു പാനിപ്പൂരിയും ചായയും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഫോൺ ഓഫായി. അപ്പോൾ ഏട്ടൻ്റെ ഫോണിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ റിയൽ ആനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ആനിമൽസ് ഉണ്ടെന്ന് നോക്കാം. ടിക്കറ്റ് കുറേ നാളായി ലയണിനെ കാണണം, ലയണിനെ കാണണം. നമുക്ക് ലയണിനെ കാണാം. കാണാം. ഓക്കെ. മോനെ എങ്ങനെയാ വൈറ്റ് കങ്കാരു കെട്ടിപ്പിടിച്ചത്? എങ്ങനെ 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 അച്ഛനെ കാണിച്ച്? അങ്ങനെയാ? ഹായ്. അങ്ങനെ പിടിച്ചരാ? ഈഗിൾ. 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 ഇതെന്താ? ഈഗിൾ. ഈഗിൾ. ഇതടാ ഈഗിളല്ല, ഔൾ. മൂങ്ങ. ഔൾ. നടക്കറോ ഏട്ടാ? അവിടെ നിന്നോ. Oh my God. എന്താ പാടു? പക്ഷം പരിപാടിയാണോ? ഇച്ചോട്ടെ ഇതെന്താ? ഇതെന്താ? വേടേ എന്താ വേടേ? വേടേ ഇച്ചുട്ടാ ഇതെന്താ? ആമ വരുന്ന. ടർട്ടിൽ മോനെ. ഫിഷ് ഫിഷ്. ചോദിക്കറോ ഏട്ടൻ? ഇതെന്താ അച്ഛന് പറഞ്ഞത്? 2 ഡക്ക് ഉണ്ട്, പിന്നെയോ ഡക്ക് ഉണ്ട്, പിന്നെ ഇതെന്താ? ഇതെന്താ ഇതെന്താ ഇതെന്താ? ഓ 1 2 3 4. എന്താ പക്ഷി? എന്താ അറിയില്ല. ഇതെന്താ ഇതെന്താ ഇതെന്താ? ഉള്ളിൽ കയറി. അപ്പോൾ ഇത് ബ്ലോഗ് ഫുൾ സ്ക്രീനായിട്ട് 5Dയിൽ നമുക്ക് സിനിമ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് എക്സ്പ്ലോർ നമ്മൾ ഉള്ളിലെത്തി സ്ക്രീൻ കാണാം. സ്ക്രീൻ കാണാം. ഇങ്ങനെയാണ് സ്ക്രീൻ. ഫുള്ള് സ്ക്രീൻ ആയിരിക്കും.
വേൾഡിൽ നിന്ന് മടങ്ങുന്നു. അങ്ങനെ നമ്മൾ സൈഡിലേക്ക് എത്തി. ഏകദേശം നമ്മുടെ ബോളിവുഡ് വേൾഡ് കവർ ചെയ്തിട്ടില്ല എന്നാലും. ഹായ് എല്ലാവർക്കും നമസ്കാരം. സോറി നമ്മൾ പോലെ കേട്ടോ. ഒരുവിധം നമ്മൾ എല്ലായിടത്തും പോയി, എല്ലാം കണ്ടു, അടിപൊളിയായിരുന്നു. എല്ലാം കണ്ടിട്ടൊന്നും കുറച്ചെല്ലാം കണ്ടു. ഇച്ചോട്ടൊരു ഹാപ്പി ആയോ? ഇച്ചോട്ട് ഫിഷിനെ കണ്ടിട്ടേ? വേറെ എന്താണ്ട്? ടൈഗറിനെ കണ്ടിനി, അമേരിക്ക കണ്ടു. അപ്പൊ നമ്മള് എല്ലാ സ്ഥലങ്ങളും പോകാൻ പറ്റില്ല, എന്നാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. ഇച്ചോട്ടിന് ഉറക്കം വന്നു, നമ്മൾ തിരിച്ചു പോലെ. ഓക്കെ ബൈ. See you again. Bye bye.